KM അഭിജിത്ത് കോൺഗ്രസിന്റെ നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുകയാണ്. അഭിജിത്ത്, ഞാൻ ആ പേരാമ്പ്രയിലെ ആൾക്കൂട്ടത്തിന്റെ അഭിജിത്തിനെ കാണുന്നുണ്ട്. അവിടെ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘത്തിന് നേരെ കയ്യേറ്റം ഉണ്ടായത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞങ്ങൾ ആ ദൃശ്യങ്ങൾ ഏതായാലും ടിവിയിൽ കാണിക്കുന്നുണ്ട്. താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് നോക്കണം. ഏതായാലും AK അഭിലാഷ് എന്ന ഞങ്ങളുടെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താണെന്ന് അന്വേഷിക്കാൻ പറ്റുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകയെ വീഡിയോ ജേർണലിസ്റ്റിനെ അവിടെ തടഞ്ഞു വെച്ചു. തീർത്തും മര്യാദയില്ലാതെയാണ് പെരുമാറിയത് കേട്ടോ. അതെ, ഇത്തരം ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. നിങ്ങൾ അതിനെപ്പറ്റി എന്താണെന്ന് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ ശ്രീ ഷാഫി പറമ്പിലടക്കം മൂക്കടിയേറ്റ് 2 എല്ലുകൾ പൊട്ടിക്കിടക്കുമ്പോൾ അടിയേറ്റിട്ടില്ലെന്ന് പറയാൻ മനസ്സ് കാണിക്കുന്ന റിപ്പോർട്ടർ അത്തരം നടപടികളും തിരുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം എന്താ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ഞങ്ങളുടെ നടപടിയല്ല. ഞങ്ങൾ അത്തരം ഒരു ശൈലിയുടെ വക്താക്കളുമല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാം. അതിനുശേഷം മറുപടി പറയാം. ഒരു കാര്യം കൂടി ശ്രീ അഭിജിത്ത്, ഞങ്ങൾ അവിടെ വന്നത് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ മുതൽ ഷാഫി പറമ്പിലിനെതിരെ നേരെയുണ്ടായ കയ്യേറ്റം, പോലീസിന്റെ നടപടി, അതിലെതിരായ പ്രതിഷേധം, അതൊക്കെ കൃത്യമായി തന്നെ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് അനുകൂലമായി തന്നെ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനൊപ്പം നിന്നുകൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടതും റിപ്പോർട്ടറാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇരിക്കുന്ന ഒരു വേദിക്ക് താഴെയാണ് ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേതാക്കളെങ്കിലും ഇടപെട്ട് അത് അടക്കേണ്ടതാണ് അവരെ എന്നേ പറയാനുള്ളൂ. ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന നടപടി അവസാനിപ്പിക്കുക. ഒന്ന്, KC വേണുഗോപാൽ ഇരിക്കുന്നതിന് താഴത്തൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹം അവിടെ പോലീസ് ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇതിനപ്പുറത്താണ്. KC വേണുഗോപാലിന്റെ പരിപാടിക്ക് താഴെയല്ല, അതിനപ്പുറത്താണ്. അവിടെ പോലീസുമായി ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിന് മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. KC വേണുഗോപാലിന്റെ സ്റ്റേജിന് താഴത്താണ് ഇത്തരം പരിപാടി എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? വന്ന പ്രവർത്തകരല്ലേ അഭിജിത്ത്? ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രവർത്തകർ വരുമ്പോ ആ പ്രവർത്തകരെ പ്രകോപനമുണ്ടാക്കി പരിപാടി അലങ്കോലപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. അത് സ്റ്റാൻഡിന്റെ ഭാഗത്താണ്. അത് KC വേണുഗോപാൽ സംസാരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്താൻ ശ്രമിച്ചത്. പക്ഷേ ഒരു മിനിറ്റ് അഭിജിത്തിന്റെ വികാരം മനസ്സിലാക്കുന്നു. പക്ഷേ ആ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് അഭിജിത്ത്. KC വേണുഗോപാലിന് നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പുറം ലോകത്തെ അറിയിക്കാൻ വന്നതാണ് ആ പ്രവർത്തകർ. വനിതാ മാധ്യമ പ്രവർത്തകയാണ് തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്തതും അസഭ്യം പറഞ്ഞതും മര്യാദയില്ലാതെ പെരുമാറിയതുമൊക്കെ. നോക്കൂ, ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ അവരെ അവഹേളിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ശ്രമിക്കുന്നവരല്ല കോൺഗ്രസ്സുകാരോ UDFകാരോ. ഒന്നാമത്തെ കാര്യം, അത്തരം എന്തെങ്കിലും നടപടികൾ നടന്നതായി നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ബോധപൂർവം ഇവിടെ എന്തോ പ്രശ്നം കോൺഗ്രസ് ഉണ്ടാക്കുന്നു, UDF ഉണ്ടാക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് KC വേണുഗോപാൽ സംസാരിക്കുന്ന സ്റ്റേജിന്റെ മുമ്പിൽ അങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. ദൃശ്യങ്ങൾ മനസ്സിലാക്കാതെ പോയതായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പരിപാടിക്ക് എത്തിയവർ തന്നെയാണല്ലോ ആ പ്രവർത്തകർ. പറമ്പിലിന് ആക്രമണമേറ്റ സമയത്തിന് ശേഷം നിങ്ങൾ ഇറക്കിയ വാർത്തകളും കാർഡുകളും നിങ്ങൾ നോക്കുക. ഷാഫി പറമ്പിലിന് അടി കിട്ടിയില്ല എന്ന് അത്രത്തോളം CPMന്റെ സൈബർ പോരാളികളെ പോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് തിരിച്ചറിയുക. ഇന്ന് രാവിലെ ഷാഫി പറമ്പിലിനെ ലാത്തിചാർജ് ചെയ്തിട്ടില്ല, പോലീസ് വാത പൊളിച്ചുകൊണ്ട് ആ വീഡിയോ പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ് അഭിജിത്ത്. അത് മറക്കരുത്. ആ വീഡിയോ പ്രാദേശികമായി പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ടർ ചാനൽ തിരുത്തേണ്ടി വരികയാണ്. അല്ലാതെ ഇന്നലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസിന്റെ പ്രതിഷേധം അതേപോലെ കൊടുക്കുന്നുണ്ട് അഭിജിത്ത്. ബഹുമാനിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, മാധ്യമ പ്രവർത്തകർ ബഹുമാനിക്കുന്ന ആളുകളാണ്. അത്തരം രീതിയിൽ എന്തെങ്കിലും കയ്യേറ്റമോ കാര്യങ്ങളോ നടന്നതായി നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ അത് പരിശോധിച്ച് മറുപടി പറയാം കേട്ടോ. അഭിജിത്ത്, ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ നേതാക്കൾ ഇത് അറിയാതെ പോകുന്നതാണോ അറിയാത്ത ഭാവം നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ശരി, അഭിജിത്ത് ഏതായാലും ഫോൺ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, പരിശോധിക്കാമെന്നാണ് പറയുന്നത്. ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. AK അഭിലാഷിനെയും അവിടുത്തെ വീഡിയോ ജേർണലിസ്റ്റിനെയും മർദ്ദിച്ച അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്ത ആളുടെ ദൃശ്യം ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. നേതാക്കളുടെ ഇടപെടൽ ഏതായാലും വേണം. ഈ പ്രവർത്തകർ ഞങ്ങളുടെ സംസ്കാരമല്ല എന്ന് പറയുമ്പോൾ പോലും ഈ പ്രവർത്തകരെ ഒന്ന് മര്യാദ പഠിപ്പിക്കാനുള്ള മര്യാദയും ഈ നേതാക്കൾ കാണിക്കണമെന്നതാണ് രഞ്ജിത്ത് നമുക്ക് പറയാൻ തോന്നുന്നത്.